ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ ഒരു ലോങ് ജേർണി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് കണ്ണൂർക്കാണ് പോകുന്നത്. ഫസ്റ്റ് അവിടെ നിന്ന് വയനാട് നിന്ന് മൈസൂർ, അങ്ങനെയാണ് നമ്മുടെ ഒരു ജേർണി പ്ലാൻ. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചൊരു 1 കിലോമീറ്റർ മാത്രമുള്ള ദൂരമുള്ളൂ. നമുക്കിവിടെ എല്ലാവരും 60 റുപ്പീസൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് സംസാരിച്ച് ഒരാൾക്ക് 30 രൂപ എന്നൊക്കെ വെച്ച് പറഞ്ഞു കളയും. പക്ഷെ നമ്മളൊന്ന് സംസാരിച്ച് നമ്മളൊരു 40 റുപ്പീസിനാക്കിയിട്ടുണ്ട്. അങ്ങനെ 40 റുപ്പീസിന് നമുക്ക് നേരെ നമ്മളിപ്പോൾ പോകുന്നത് അതെ, ഇതാണ് ലോകരഞ്ജൻ ഫിഷ് അക്വേറിയം. നമ്മളിവിടെ രാവിലെ മുതൽ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഇവിടെ ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും, എല്ലാ ദിവസവും ഉണ്ടാവും. സോ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ടിക്കറ്റൊക്കെ ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നത്, ക്ലോക്ക് റൂം. അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയ ആണ്. ഇവിടുന്ന് നമ്മളിനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയി. സ്നോയിങ്ങിൽ നമുക്ക് സ്നോയുടെ പറ്റിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിനകത്ത് സ്നോ പാലസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറാം. ഇതേപോലെ അതിന് നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, വീക്കെൻഡ് ഡേയ്സിൽ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ 350, വീക്കെൻഡും അതുപോലെ ഹോളിഡേയ്സ് ജനറൽ ഹോളിഡേയ്സ് ആണെങ്കിൽ 450. പിന്നെ ക്യാമറ, മൊബൈൽസിനും അതിലെ ലോക്കർ അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെ പേയ്മെൻറ്റ് അടയ്ക്കണം. ഇത്രയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഡീറ്റെയിൽസിനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളും മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സെക്ഷൻ ടൈം വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ 2 hours വരുന്നത്. ചില കാര്യങ്ങൾക്ക് ചിലതൊരു 1 hour ഉണ്ട്, മറ്റേ ഫുൾ എടുക്കുകയാണെങ്കിൽ 2 hours വരും. സോ ഇതാണ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവരുടെ ബ്രൗഷർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ വരാൻ നോക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ വരാം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറാമാൻ ഉണ്ടാവും. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ ഒരു റിവ്യൂ ഫോട്ടോ പോലെ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങിക്കഴിയുമ്പം അവർ നമുക്ക് ആ ഫോട്ടോ നമുക്ക് പ്രിൻ്റാക്കി തരുന്നതായിരിക്കും. അതിന് 150 റുപ്പീസാണ് കോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ 3D ഗ്ലാസ് ആണ് വരുന്നത്. സോ നമ്മൾ കുറച്ച് അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളും ഉള്ളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തൊട്ടടുത്തായിട്ട് വളരെ നാച്ചുറലായിട്ട് നമുക്ക് വളരെ ഫീൽ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിനകത്ത് എല്ലാ മീനുകളുടെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് മീനുകളെ മാത്രം കണ്ടതിൽ കുറച്ച് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ള എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും മൈസൂർ പോകുന്നവരാണ്, ട്രിപ്പിന് പോകുന്നവരാണെങ്കിൽ മൈസൂർ സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ തന്നെ ദൂരം മാത്രമുള്ള എന്തായാലും ലോകരഞ്ജൻ വേൾഡ് അക്വേറിയത്തിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിനുള്ളിൽ തന്നെ പല രീതിയിലാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പല അക്വേറിയത്തിലും കോമൺ ആയിട്ട് കാണുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജെല്ലി ഫിഷ്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, ഇതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ അവർ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഹോളിഡേയ്സ് മാറ്റിയിട്ട് വർക്കിംഗ് ഡേയിൽ പോവുക. വർക്കിംഗ് ഡേയിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ. വീക്കെൻഡ് ഹോളിഡേയ്സിൽ പോകുമ്പോഴത്തേക്കുമാണ് നിങ്ങൾക്ക് പിന്നെയും ഓഫറൊക്കെ കുറവായിട്ട് വരിക. വർക്കിംഗ് ഡേയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓഫറും പൈസ കുറച്ചുമൊക്കെ തരുന്നതായിരിക്കും. പിന്നെ ഇതിനുള്ളിലെന്ന് പറയുന്നത് വളരെ നമുക്ക് ശാന്തമായിട്ട് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമുക്ക് വർക്കിംഗ് ഡേ ആകുമ്പോൾ ആൾ കുറവാകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. ആരും വന്നിട്ട് നമ്മളോട് ഇറങ്ങിപ്പോകാനോ ഒന്നും പറയില്ല. അതുപോലെ തന്നെ ഓരോ സ്റ്റേഷനിലും നമുക്ക് ഇരിക്കാനുള്ള ഏരിയ, സ്ഥലം ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അറേഞ്ച് ചെയ്തിട്ട് വെൽ കാം പീസ്ഫുള്ളായിട്ട് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കലത്തിലാക്കുന്നത് ഇത് സ്വന്തമായിട്ട് കലത്തിൽ കയറിയിരിക്കുന്നു. മുള്ളംപന്നിയുടെ വംശജയാണെന്ന് തോന്നുന്നത്. എക്സെപ്റ്റ് കൈൻഡ് ഓഫ് മുള്ളംപന്നിയുടെ ആളെപ്പനുണ്ട്. വേറെ കുറേ കുടുംബക്കാരുണ്ട് ഇവിടെ. എന്താ അല്ലേ? നമ്മൾ ഇവിടെ പോകാനായിട്ട് ചൂസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അത് നല്ല ഒരു തീരുമാനമായിപ്പോയി. കാരണം നമുക്ക് ഫോണ് യൂസ് ചെയ്യുന്നതിനോ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോ ഒരു ടൈം ലിമിറ്റും ഇല്ലായിരുന്നു. നമുക്ക് ഫോണിനൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും ഫോട്ടോസിനും വീഡിയോസിനും ഒന്നും പേ ചെയ്യേണ്ടതില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്തത്. ഇഷ്ടം പോലെ നമ്മൾ ഈ കടലിൽ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഈ മീനുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക്, അതുപോലെ നമുക്ക് ഓരോ പോയിന്റിലും അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ എമൗണ്ട് 20-30 റുപ്പീസിൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഫുഡ് വാങ്ങിയിട്ട് ഇതിനെ ഫീഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ മീനുകളെയൊക്കെ ഫീഡ് ചെയ്യിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം കൂടെ കൂട്ടം കൂടി നേരത്തെ കണ്ടതുപോലെ കൂട്ടം കൂടി ഞെരുങ്ങിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത് ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്കിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് തുള്ളിച്ചാടി കളിച്ച് രസിച്ച് എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ മീനെയൊക്കെ കാണാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നവർക്ക്
വളരെ നല്ല ഒരു ഓപ്ഷനാണ്. സോ അതുപോലെ തന്നെ വളരെ ഓർഗനൈസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ടണൽസ്. ഫസ്റ്റ് ടണൽ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒന്നേ ഉള്ളെന്ന്, പക്ഷേ കണ്ടിന്യൂസ്ലി ഒരു 3 to 4 ടണൽസ് അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ടണലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ഇത് കണ്ടപ്പോൾ വിചാരിച്ചു മീനൊന്നും ഇല്ലെന്ന്, പക്ഷേ ഇതിന് ശേഷമായിരുന്നു ശരിക്കുമുള്ള ടണലിനകത്തുള്ളിലുള്ള മീൻ, ഓറഞ്ച്, വൈറ്റ്. നമുക്ക് ഈ മീൻ ഇങ്ങനെ കാണാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ പെട്ടെന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണ്. പിന്നെ മെയിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല. സോ മാക്സിമം ടൈം നമുക്ക് എത്ര ടൈം വേണമെങ്കിലും, ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിലും അല്ലാതെ ഫാമിലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു നമ്മുടെ ലോകരഞ്ജൻ അക്വേറിയം എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് നോക്കുക. സക്കർ ഫിഷ് ആണോ തോന്നുന്നു, ഒട്ടിയിരിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ടണലാണ്. സെക്കൻഡ് ടണൽ വൈറ്റ് ഫിഷ് ആണ്. ഇതാണ് തേർഡ് ടണൽ വന്നിട്ട് ശരിക്കും നമ്മൾ ടണൽ കയറിയപ്പോഴാണ് ശരിക്കും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തത്, എൻജോയ് ചെയ്തതും. ഇരുന്നും കിടന്നും ഓടിയും ചാടിയും നിന്നും തിരിഞ്ഞും ഒക്കെ ഞങ്ങൾ ഫോട്ടോ എടുപ്പും ബഹളമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അതുവഴി പോയവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കലും, ഏതോ മറ്റേ നമ്മുടെ നാഗവല്ലിയുടെ കൂട്ടി ചിലങ്ക നോക്കുന്ന പോലെ ഞങ്ങൾ ഓരോ മീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മാറി നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലക്കെ നമ്മളവിടെ കിടന്ന് കൂവിയാലും വിളിച്ചാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ആക്ച്വലി ഇത് കാണുമ്പോൾ നമ്മളൊരു ആൻസൈറ്റിൽ നമ്മളങ്ങനെ വിളിച്ച് പോവും, ഞങ്ങളൊക്കെ വിളിച്ച് പോവും. സോ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ബ്രൗഷറിൻ്റെ ഒരു ഇമേജ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. വീണ്ടും പറയുന്നു, എല്ലാ മീനുകളുടെ ഒന്നും വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അവിടെ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ള മിറർ മെയ്സിലേക്കാണ് പോയത്. അപ്പോൾ പാർട്ട് 2 വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക.